നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി മഹേഷ്, 29 വയസ്സ്, ഭരണി നക്ഷത്രം, 5'8" ഹൈറ്റ്, 70 kg വെയിറ്റ്, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MSc IT ആണ് പഠിച്ചിരിക്കുന്നത്. GKM കോളേജിന് എഴുതിയിട്ടുണ്ട്. GKM കോളേജിൽ നിന്നാണ് MSc IT പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു പ്രശസ്തമായ ഫുഡ് ടെക്നോളജിയുടെ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട്, സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുകയാണ്. ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ PKP മോഹൻ, ഒരു ബ്രദർ, എൽഡർ ബ്രദറാണ്. അമ്മ വന്നിട്ട് സീതാദേവിയാണ് അമ്മ, ഹൗസ് വൈഫാണ്. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവരുടെ തറവാട് കാര്യങ്ങളെല്ലാം ഒറ്റപ്പാലമാണ്. ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ സാലറി വന്നിട്ട് 12 മുതൽ 13 ലക്ഷം രൂപ സാലറി കാട്ടിയിട്ടുണ്ട് ചെന്നൈയിൽ. ഒരിക്കൽ കൂടെ മഹേഷിനെ കുറിച്ച് ഞാൻ പറയാം. മഹേഷിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'8", ഭരണി നക്ഷത്രം, ഏജ് വന്നിട്ട് 29, MSc IT ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഒരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി കമ്പനിയിൽ സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാണ് ചെന്നൈയിൽ. അച്ഛൻ PKP മോഹൻ, ഒരു എൽഡർ ബ്രദറുണ്ട്. അമ്മ സീതാദേവി, അവർ ഹൗസ് വൈഫാണ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. താല്പര്യമുള്ള ചെന്നൈയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ല ഒരു ഫാമിലിയാണ്. വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് ചെറിയൊരു ടെൻഷനാണ് എപ്പോഴും. ഇനിയിപ്പോൾ കല്യാണം, ഇനിയിപ്പോൾ എന്തൊക്കെയാവുക, എന്തൊക്കെ ആകെ ഒരു വല്ലാത്ത വറീഡാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടെൻഷനൊന്നുമില്ലാതെ ഈ വിവാഹകാര്യം മംഗളമായിട്ട് നടത്താം എന്നുള്ളതിൻ്റെ ഒരു 1-2 ടിപ്സ് ഞാൻ പറയുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒന്ന്, ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയുമായി അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ നന്നായിട്ട് സംസാരിക്കുക. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ വേണ്ടത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങൾ പറയാറുണ്ടാകും. എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആൾ വേണം, എനിക്ക് ഇന്ന ലൊക്കേഷൻ ആണെങ്കിൽ നന്നായി, ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ നന്നായി, വെയിറ്റ് ഇത്ര പാടില്ല എന്നൊക്കെ പല അഭിപ്രായങ്ങൾ ആ കുട്ടിക്ക് പറയാണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 100% മീറ്റ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിൽ പോലും മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്, നിങ്ങളുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തൻകാവ് അല്ലെങ്കിൽ നാഗങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവികമായിട്ടുള്ള സാന്നിധ്യം പല തറവാടുകളിലും ഉണ്ടാകും. അവിടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. എന്താ ഈ നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ജാതക വർത്തമാനം കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത അറിയാത്ത കാര്യങ്ങൾ പണിക്കർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. ഹോറോസ്കോപ്പ് കൊടുത്തോളൂ, ജാതകം നോക്കട്ടെ ഇവർ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളായിട്ട് അതുണ്ട് ഇതുണ്ട്, ചൊവ്വ ദോഷം, 7 ചൊവ്വ,
കുജദോഷം, രാഹുദോഷം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് വായിക്കുന്ന ആളുകൾക്ക് പേടിയാവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഹോറോസ്കോപ്പ് ഷെയർ ചെയ്തോളൂ, നിങ്ങളായിട്ടൊന്നും പറയാൻ പോകണ്ട. കഴിയാവുന്നത്ര കുറച്ച് എഴുതുക ഹോറോസ്കോപ്പിനെ കുറിച്ച്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ. ഏത് കോളേജിൽ നിന്ന് പഠിച്ചു, എന്താണ് പഠിച്ചിരിക്കുന്നത്, എന്താണ് സബ്ജക്റ്റ്, സ്കൂൾ തൊട്ടിട്ട് PG വരെയുള്ള ഡീറ്റെയിലുകൾ കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു എന്നുള്ളത് ഒരു വളരെ വിലയേറിയ സംഭവമാണ്. അത് മനസ്സിലാക്കൽ. അടുത്തത് ജോലി സ്ഥലം, ഡെസിഗ്നേഷൻ, ഏത് കമ്പനി, സാലറി. ഈ കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് എഴുതുക. ഒരാൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണം. സാലറി എഴുതുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ ടേക്ക് ഹോം സാലറി അല്ല CTC അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി. പല ഘടകങ്ങളുമുണ്ട്. PF ഉണ്ടാവും, ഗ്രാറ്റുവിറ്റി ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്ന ഒരു എമൗണ്ടാണ് സാലറി എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ CTC എന്ന് പറയാറുണ്ട്. ആ CTC എത്രയാണ് എന്ന് മാത്രമല്ല, അതല്ലാതെ അതിൽ കൂടെ ബോണസ് ഉണ്ടാകാം, ഇൻസെൻറ്റീവ് ഉണ്ടാവാം. ഈ വക കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് സാലറി. അത് മസ്റ്റായിട്ടും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ചിലർ ചോദിക്കുമ്പോൾ എന്നോട് സാലറി നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം ആളുകളും അത് നോക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പെൺകുട്ടിക്ക് ഒരു 10 ലക്ഷം രൂപ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപ സാലറി ഉണ്ട്. ആൺകുട്ടിക്ക് 8 ലക്ഷം റുപ്യ സാലറി ഉള്ളുവെങ്കിൽ നമ്മൾ എന്ത് പറയുമ്പോഴും ഇവർ വിചാരിക്കുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സാലറി കൂടിയതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും. അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കരുത്. അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് ഭംഗിയായിട്ട് തന്നെ അത് ചോദിച്ച് കൃത്യമായിട്ട് എഴുതണം പ്രൊഫൈലിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കുക. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എത്ര പൈസ, എന്താ, ഏത്, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നല്ല പ്രൊഫൈലുകൾ വരുമ്പോൾ കുട്ടികളെ കാട്ടുക. കുട്ടികൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ കാട്ടി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുക. അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം പെണ്ണ് കാണാൻ ചടങ്ങിനൊക്കെ പോകാവൂ. പുറത്ത് വെച്ച് കണ്ടതിന് ശേഷം മാത്രമാണ് വീട്ടിൽ പോയി കാണാവൂ. നല്ലൊരു കംഫർട്ട് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാവൂ. എന്നാൽ നിങ്ങൾക്ക് ഒരു വലിയ ടെൻഷനൊക്കെ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.